മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന കനാലിൽപ്പെട്ട കാട്ടാനയെ രക്ഷപ്പെടുത്തി. ഇന്ന് രാവിലെ 7 മണിയോട് കൂടിയാണ് ഒഴുക്കിൽപ്പെട്ട കാട്ടാന കനാലിനോട് ചേർന്നുള്ള ഗ്രില്ലിൽ തങ്ങി നിന്നത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മരുന്നിനി നിങ്ങളുടെ വരുമാനത്തെ തിന്നില്ല. ഇന്ത്യയിലാകെ 1500-ലധികം ബ്രാഞ്ചുകളുള്ള രാജ്യത്തെ പ്രമുഖ കമ്പനി ഫൗണ്ടർ രത്തൻ ടാറ്റ ഡയറക്ടറായ ജനറിക് ആധാർ മെഡിക്കൽ ഷോപ്പ് വണ്ടിപ്പെരിയാറിലും ഇടനിലക്കാരില്ലാതെ എല്ലാ ഇംഗ്ലീഷ് മരുന്നുകളും 80% വിലക്കുറവിൽ ലഭ്യമാകുന്ന ഏക സ്ഥാപനം. വണ്ടിപ്പെരിയാർ പാലത്തിന് സമീപം ശങ്കസ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഗുണമേന്മയുള്ള മരുന്നുകൾ ഏറ്റവും വിലക്കുറവിൽ ജനങ്ങളിലേക്ക്. ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ജൂലൈ 14 ഞായറാഴ്ച നടക്കുന്ന ഉദ്ഘാടന വേളയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. തണലുണ്ട്, തളരില്ല. ജനറിക് ആധാർ മെഡിക്കൽസ്, വണ്ടിപ്പെരിയാർ. രാവിലെ 7 മണിയോട് കൂടി മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് ജലം കൊണ്ടുപോകുന്ന കനാലിൽ ആണ് കാട്ടാന ഒഴുക്കിൽപ്പെട്ടത്. 1200 ഘനയടി വെള്ളമാണ് തമിഴ്നാട് മുല്ലപ്പെരിയാറിൽ നിന്നും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഈ ഒഴുക്കിൽപ്പെട്ടാണ് കാട്ടാന അപകടത്തിലായത്. ജലം തുറന്നുവിടുന്ന ഷട്ടറിന് തൊട്ടു മുൻപുള്ള ഗ്രില്ലിൽ കാട്ടാന തങ്ങി നിൽക്കുകയും ചെയ്തു. ഈ സമയം തേക്കടിക്കുള്ളിലേക്ക് പ്രഭാത നടത്തത്തിന് പോയ ആളുകളാണ് ആദ്യം കാട്ടാന അപകടത്തിൽപ്പെട്ടത് കാണുന്നത്. തുടർന്ന് വനപാലകരെ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീട് കാട്ടാനയെ രക്ഷപ്പെടുത്തുന്നതിനായി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുകയും ഒഴുക്ക് കുറയ്ക്കുകയും ചെയ്തു. ഒഴുക്ക് കുറഞ്ഞതോടെ കാട്ടാന കനാലിൽ നിന്നും നീന്തി കാട്ടിലേക്ക് കയറി പോവുകയായിരുന്നു. കേരള വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് കാട്ടാനയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടന്നത്. ന്യൂസ് ബ്യൂറോ, കുമളി.